മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷുൻഷ്ടാട്ട് ദൂതിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും യോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ തിരുനാൾ ദിവസമായ ഇന്ന് തിരുസഭ നമുക്ക് യോസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന സുവിശേഷ ഭാഗമാണ് നൽകുക. നമുക്കറിയാം, യോസേപ്പിതാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഒരു പിതാവാണ്. എല്ലാ നാടുകളിലും യോസേപ്പിതാവിൻ്റെ പള്ളികളും കപ്പേളകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തായിരിക്കാം മനുഷ്യരുടെ മനസ്സിൽ യോസേപ്പിതാവിന് ഇത്രയും മഹനീയമായ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ തിരുസഭയിൽ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യോസേപ്പിതാവ്. അതിനുള്ള കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തെ താൻ മൂലം അപമാനിതയാക്കാനോ വേദനിപ്പിക്കാനോ ആ മനുഷ്യൻ തയ്യാറായില്ല. അവളെ രഹസ്യമായി ഉപേക്ഷിച്ച് നാട് വിട്ടു പോകാൻ കാണിക്കുന്ന ആ മനുഷ്യൻ്റെ നല്ല മനസ്സിന് മുമ്പിലാണ് ഇന്ന് മനുഷ്യർ ഹൃദയം തുറക്കുന്നത്. ആ മനുഷ്യൻ്റെ നല്ല മനസ്സ് തൻ്റെ പ്രിയപ്പെട്ടവളെ ഒരിക്കലും അപമാനിതയാക്കാൻ ആഗ്രഹിക്കാതെ ആ നാട് വിട്ടു പോകുന്ന ആ മനുഷ്യൻ്റെ വലിയ ആ മനസ്സും സ്നേഹവും ഹൃദയവും ജനങ്ങളുടെ ജീവിതത്തിലും അവരുടെ ഹൃദയത്തിലും പള്ളികളും അതുപോലെ സ്ഥാപനങ്ങളുമൊക്കെ സ്ഥാപിക്കപ്പെടുന്നതിന് കാരണമായി തീർന്നു. നമുക്ക് ഇന്നേ ദിവസം വിശുദ്ധ യോസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. ആ പിതാവ് നീതിമാനായിരുന്നതുപോലെ, ആ പിതാവ് അതിർവരമ്പുകളില്ലാതെ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ കൂടെ നിന്നതുപോലെ, എല്ലാ സാഹചര്യത്തിലും കൂടെ നിന്നതുപോലെ, പരിശുദ്ധ അമ്മയോട് കൂടെ നിന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിൽക്കാൻ, അവരെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ നീതിമാനായ വിശുദ്ധ യോസേപ്പിതാവിനോട് നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. യോസേപ്പിതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രസാദവരനാഥ നമ്മെ വഴി നടത്തട്ടെ.